നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആലുവയിൽ അരക്കോടി രൂപയുടെ MDMA പിടികൂടിയ സംഭവം. ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി കപ്പലണ്ടിമുക്ക് സ്വദേശി സഫീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. പറവൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. നഗരസഭാ ഹെൽത്ത് വിഭാഗമാണ് പിടിച്ചെടുത്തത്. 6 ഹോട്ടലുകൾക്ക് പിഴ ചുമത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP കുന്നുകര പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP ജില്ലാ സെക്രട്ടറി ഷാജി മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ആലുവയിൽ അരക്കോടി രൂപയുടെ MDMA പിടികൂടിയ സംഭവം. ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി കപ്പലണ്ടിമുക്ക് സ്വദേശി സഫീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആലുവയിൽ കഴിഞ്ഞ ദിവസം അരക്കോടിയിലേറെ രൂപ വില വരുന്ന MDMA പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊച്ചി കപ്പലണ്ടിമുക്ക് സ്വദേശി സഫീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. ചൊവ്വാഴ്ച വൈകിട്ട് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് 50 ലക്ഷം രൂപ വില വരുന്ന MDMAയുമായി ബംഗാൾ സ്വദേശി സർമീൻ അക്തറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സെർവിൻ അക്തറിനെ കാത്ത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴാണ് സഫീറിനെ കസ്റ്റഡിയിലെടുത്തത്. സഫീറിനൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാൾക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. വൻതോതിൽ MDMA കടത്താൻ ശ്രമിച്ചതിന് പിന്നിൽ മലയാളികളടങ്ങുന്ന സംഘമാണെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന. ഇതിനു മുമ്പും സംഘം മയക്കുമരുന്ന് കടത്തിയതായി സംശയമുണ്ട്. കൊച്ചിയിലെത്തിച്ച് ഇവ സൂക്ഷിക്കുന്ന കേന്ദ്രങ്ങളെക്കുറിച്ച് അന്വേഷണം നടക്കുന്നതായി DSP പ്രസാദ് പറഞ്ഞു. നമ്മുടെ സ്പെഷ്യൽ ഡ്രൈവ് ഇപ്പോൾ ADGPയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലൊട്ടാകെ NDPSൻ്റെ സ്പെഷ്യൽ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുക. നേരത്തെ ഒരു ഘട്ടം നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ സബ് ഇൻസ്പെക്ടർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ട്രെയിനിൽ ഒരു വനിത MDMA ആയിട്ട് വരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി. അതനുസരിച്ച് നമ്മുടെ സ്പെഷ്യൽ ടീം ഉൾപ്പെടെയുള്ള ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അടയാള വിവരം പറയുന്ന ആളെ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്താണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു വനിത കടന്നു വരുന്നതായിട്ട് കണ്ടത്. നമ്മൾ പറഞ്ഞ അടയാള വിവരമുള്ള ലേഡി ആയതുകൊണ്ട് നമ്മൾ വനിതാ പോലീസിൻ്റെ സഹായത്തോടും ഗസ്റ്റ് ഓഫീസറുടെ സഹായത്താലും വനിതാ പോലീസിനെ കൊണ്ട് സെർച്ച് ചെയ്ത സമയത്താണ് അവരുടെ ഇരുന്ന ഒരു ബിഗ് ഷോപ്പറിനകത്ത് അതിനുള്ളിൽ ഒരു വാട്ടർ ഹീറ്റർ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ നിന്നും 1 kg 1 കിലോ വരുന്ന MDMA ക്രിസ്റ്റൽ രൂപത്തിലുള്ളത് ഡിറ്റക്റ്റ് ചെയ്തു. അതനുസരിച്ച് പ്രൊസീജിയർ കീപ്പ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം FIR രജിസ്റ്റർ ചെയ്ത നടപടികൾ കഴിഞ്ഞു. വിശദമായിട്ട് ചോദ്യം ചെയ്തതിനകത്ത് ഇത് ഏറ്റുവാങ്ങാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നെന്നും മനസ്സിലായിരുന്നു. പക്ഷേ പോലീസിൻ്റെ ഇടപെടലും ചെക്കിങ് കണ്ടപ്പോൾ അയാൾ മാറിയിരുന്നു. തുടർന്ന് പരിശോധിച്ചതിൽ നിന്ന് അദ്ദേഹത്തെ എറണാകുളം ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലായി. അത് വെരിഫൈ ചെയ്ത് ആളെ കസ്റ്റഡിയിലെടുത്തു. വിശദമായി ചോദ്യം ചെയ്യുന്നതും അയാളെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടുള്ളതായിട്ട് മനസ്സിലായി. അയാളുടെ അറസ്റ്റും തുടർന്നിപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഇന്നാണ് അദ്ദേഹത്തിനെ കസ്റ്റഡി എടുത്തത്. പറവൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. നഗരസഭാ ഹെൽത്ത് വിഭാഗമാണ് പിടിച്ചെടുത്തത്. 6 ഹോട്ടലുകൾക്ക് പിഴ ചുമത്തി. പറവൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുത്തത്. തെക്കേ നാലുവഴിയിലെ വൈറ്റ് സിറ്റി, പെരുവാരത്തെ KL42 കിച്ചൺ, KMK കവലയിലെ നഹാത്ത് ബോക്സ് റെസ്റ്റോറൻറ്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ചിക്കൻ, റൈസ്, ബീഫ് എന്നിവ പിടിച്ചെടുത്തത്. പള്ളിത്താഴത്തെ നാടൻ ഫുഡ് എന്ന ഹോട്ടൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്നതായും ചേന്നമംഗലം കവലയിലെ പുട്ടുകടയിൽ നിന്നുള്ള മലിനജലം ഓടയിലേക്ക് തള്ളുന്നതായും പരിശോധനയിൽ കണ്ടെത്തി. 5 ഹോട്ടലുകൾക്കായി 1,25,000 രൂപ പിഴയിട്ടു. കഴിഞ്ഞ ദിവസം ഡോൺ ബോസ്കോ ആശുപത്രിക്ക് എതിർവശത്തുള്ള സ്വാഗത ഹോട്ടലിൽ നിന്നും പിടികൂടിയ പഴയ ഭക്ഷണം ഹോട്ടലിലേക്ക് തന്നെ തിരിച്ചു കൊടുത്ത സംഭവം ഏറെ വിവാദമായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ആരോഗ്യ വിഭാഗം സൂപ്പർവൈസർ PV ജിജുവിനെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇതേ തുടർന്ന് കൗൺസിലിൽ നഗരസഭ ആരോഗ്യ വിഭാഗത്തിനെതിരെ വൻ പ്രതിഷേധമുയർന്ന പശ്ചാത്തലത്തിൽ പരിശോധന ശക്തമാക്കാൻ തീരുമാനിച്ചിരുന്നു. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് ചെയർപേഴ്സൺ ബീന ശശിധരൻ പറഞ്ഞു. അപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസത്തെ കൗൺസിലിൽ തന്നെ വിഷയങ്ങളുണ്ടായി. ഹോട്ടലിൽ നിന്ന് ഭക്ഷണം പിടിച്ചെടുത്തത് തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ പ്രതിപക്ഷത്തു നിന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മള് പരിശോധനയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് തുടങ്ങി എന്തായാലും കർശനമായിട്ടുള്ള പരിശോധന ഹോട്ടലുകളിൽ നടത്തിയിട്ടുണ്ട്. ഇന്ന് പോയി ഹോട്ടലുകൾ 5-6 ഹോട്ടലുകളിൽ തന്നെ ഹെൽത്ത് വിഭാഗം പോയിട്ടുണ്ടായിരുന്നു. HI ഉൾപ്പെടെയുള്ള ഹെൽത്ത് സ്ക്വാഡ് ഇറങ്ങി ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങളെല്ലാം തന്നെ അതുപോലെ വൃത്തിഹീനമായതും എല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട്.
അതനുസരിച്ചിട്ട് നോട്ടീസും കൊടുത്തിട്ടുണ്ട്. മാക്സിമം 25,000 വരെ ഫൈൻ ഉള്ളതാണ് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കർശനമായിട്ട് തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും കർശനമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും. അത് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം പഴകിയ ഭക്ഷണങ്ങളെല്ലാം അതുപോലെ വൃത്തിഹീനമായ ഹോട്ടലുകളുണ്ടെങ്കിൽ അതിനെല്ലാം ഫൈൻ ഇട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതേസമയം ഇപ്പോഴത്തേത് കണ്ണിൽ പൊടിയിടുന്ന നടപടി മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ പറഞ്ഞു. പഴകിയ ഭക്ഷണം ലഭിക്കുന്നതിന് പറവൂർ നഗരം ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പറവൂരിലെ ഹോട്ടലുകളിൽ എല്ലാം ഫലപ്രദമായ രീതിയിൽ പരിശോധന നടത്തുന്നതിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി തന്നെ പറവൂർ നഗരസഭ കാണിക്കുന്ന അനാസ്ഥയ്ക്ക് വലിയ വില കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ നടത്തപ്പെടുന്ന ഹോട്ടലുകാർക്ക് തന്നെ ഈ ചീത്തപ്പേര് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധി രൂപപ്പെടുകയാണ്. ഒരു വർഷം മുമ്പാണ് കേരളം ആകെ ചർച്ച ചെയ്ത ഒരു ഭക്ഷ്യവിഷബാധ പറവൂരിലുണ്ടായത്. അതിനുശേഷം ഭക്ഷ്യസുരക്ഷാ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പും ഒക്കെ തന്നെ ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായി തദ്ദേശ സ്ഥാപനത്തിന്. പക്ഷെ അതൊന്നും പാലിക്കാതെ ആഴ്ചയിൽ 3 ദിവസം വീതം നടന്നിരുന്ന ഹോട്ടൽ പരിശോധന കഴിഞ്ഞ ഒരു വർഷക്കാലമായി വളരെ പേരിന് മാത്രം ആഴ്ചയിൽ 1 ദിവസം പോലും ഇറങ്ങാത്ത രീതിയിൽ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് പറവൂർ നഗരസഭയിൽ. മാത്രമല്ല ഭക്ഷ്യപരിശോധനയ്ക്ക് വേണ്ടി പോയിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെ അതിനെ പ്രലോഭനങ്ങൾക്കും അതുപോലെ തന്നെ ഭരണകക്ഷിയുടെ കൗൺസിലർമാരുടെ ഫോൺ വിളിയൊക്കെ വരുമ്പോൾ പഴകിയ ഭക്ഷണം പിടിച്ചിട്ട് തിരിച്ചു കൊടുത്തു വരുന്ന സാഹചര്യം ഉണ്ടായി പറവൂരിൽ. കഴിഞ്ഞ തവണ കൗൺസിലിൽ അത് വലിയ ഒച്ചപ്പാടിനിടയാക്കി. ആദ്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല എന്ന് തന്നെ ഭരണ നേതൃത്വം പറഞ്ഞെങ്കിലും റെയ്ഡിന് പോയ ആരോഗ്യ വിഭാഗ ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞു അങ്ങനെ ഉണ്ടായി, പിടിച്ചെടുത്ത ഭക്ഷണം തിരികെ നൽകേണ്ടി വന്നു. അതോടുകൂടി നഗരസഭ ഭരണത്തിന് മുഖം നഷ്ടപ്പെടുകയാണുണ്ടായത്. ഈ പുഴുത്തു നാറിയ പഴകിയ ഭക്ഷണം ജനങ്ങൾക്ക് പിറ്റേ ദിവസം ചൂടാക്കി കൊടുക്കുന്ന ഹോട്ടലുകളെ നിർബാധം പ്രവർത്തിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം നഗരസഭയുടെ ആരോഗ്യ വിഭാഗം തന്നെ സ്പോൺസർ ചെയ്ത് ഒരുക്കി കൊടുക്കുക എന്ന് വെച്ചാൽ അത് വലിയ ഘട്ടം തന്നെയാണ്. അതിനെതിരെയുള്ള വലിയ ജനകീയമായ പ്രതിഷേധം ജനങ്ങളുടെ ഇടയിൽ അമർഷമുണ്ട്. അതാണ് കൗൺസിലിൽ പ്രതിപക്ഷം പ്രകടിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ ഇന്നു മുതൽ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള പേരിന് 2-3 ഹോട്ടലുകളിലൊക്കെ കയറി കുറച്ച് ഭക്ഷണമൊക്കെ പിടിച്ചുകൊണ്ടൊന്നും ഇവിടെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. നല്ലത് തന്നെ, ഞങ്ങളിപ്പോൾ അതിനെ കുറ്റപ്പെടുന്നൊന്നുമില്ല. പക്ഷേ പിടിച്ചെടുത്ത ഭക്ഷണ വസ്തുക്കളിൽ ഹോട്ടലുകളുടെ പേര് പ്രദർശിപ്പിച്ചിരുന്നത് ഒരു ഹോട്ടലുടമ കീറിയെടുത്തത് മുനിസിപ്പൽ സെക്രട്ടറിയെ ചൊടിപ്പിച്ചു. ആരാണ് ചുമതലപ്പെടുത്തിയെന്ന് ചോദിച്ചത്? നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ കോമ്പൗണ്ടിൽ കയറി കയറാൻ നിങ്ങൾക്ക് ആര് പെർമിഷൻ? ആര് ചോദിച്ചു? നിങ്ങൾ ആരെ ഇവിടുത്തെ ഉദ്യോഗസ്ഥനാണ് ഇവിടെ കയറി കളയാനായിട്ട്? പിന്നെ നിങ്ങൾക്ക് ആര് ചുമതലപ്പെടുത്തി? ആരോട് ചോദിച്ചിട്ട് കയറി? നിങ്ങളുടെ ലൈസൻസ് അത്രയേ ഉള്ളൂ. എല്ലാ അസോസിയേഷൻ സമ്മേളനത്തിലും ഹോട്ടൽ വ്യവസായത്തെ തകർക്കാനുള്ള ശ്രമമാണിതെന്നാണ് ഹോട്ടലുകാരുടെ വാദം. ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറയാനായിട്ട് ഇവർക്ക് യാതൊരു റീസണുമില്ല. അതായത് അവരൊന്നിലേക്ക് ടെസ്റ്റ് അടിച്ചതിനോ എനിക്ക്. അതായത് ഇന്നലെ നമ്മൾ 12:30 മണിക്കാണ് നമ്മൾ കട ക്ലോസ് ചെയ്യുന്നത്. ആ ക്ലോസ് ചെയ്യുന്ന ശേഷം നമ്മൾക്കൊരു 100 ഗ്രാം പോലും ഇല്ല. സാർ കണ്ടതല്ലേ, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. 100 ഗ്രാം പോലും ഇല്ലാത്ത ഒരു ബീഫ് ഫ്രൈയും ഒരു ചിക്കൻ നമ്മൾ സാധാരണ വീടുകളിൽ വറുത്ത് നമ്മൾ കല്യാണ വീടുകളിൽ ശ്രദ്ധിച്ചാൽ മതി. തലേന്ന് വറുത്തിട്ടിട്ടാണ് പിറ്റേന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ആ സാധനത്തിൻ്റെ ആ ബിരിയാണിയുടെ ആ ചിക്കൻ വറുത്തത് കൊണ്ടുവന്നിട്ടാണ് എൻ്റെ ഇവിടെ കൊണ്ടുവന്ന് പ്രദർശനം നടത്തിയത്. ഈ മുനിസിപ്പാലിറ്റി കാണിക്കുന്ന ഈ അനീതിക്കെതിരെ ഞങ്ങൾ എന്തായാലും പ്രതിഷേധം ചെയ്യുക തന്നെ ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP കുന്നുകര പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP ജില്ലാ സെക്രട്ടറി ഷാജി മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളുടെ അപാകതയും അഴിമതിയും അന്വേഷിക്കുക, പഞ്ചായത്തിലെ ഭരണ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക, കുന്നുകര കോളനിയിലെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണുക, പഞ്ചായത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ എത്രയും വേഗത്തിൽ സഞ്ചാര യോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. കുന്നുകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നുകര ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ ഒട്ടേറെ പ്രവർത്തകർ പങ്കെടുത്തു. പദ്ധതിയിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കുക. BJP ജില്ലാ സെക്രട്ടറി ഷാജി മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു.
പഞ്ചായത്ത് അംഗം എ ബി മനോഹരൻ, BJP നേതാക്കളായ സുനിൽ ജോസഫ്, ബൈജു ശിവൻ, രാജശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള അഴിമതി, ഈ അഴിമതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് ഇത്ര വലിയ പൊള്ളാൻ കാരണം? നിങ്ങൾക്ക് ഇത് ഉണ്ടായ സംഭവം അല്ലെങ്കിൽ നിങ്ങൾ വിശദീകരിക്കണം. ഇവിടുത്തെ പൊതുജനങ്ങളോട്, ഇവിടുത്തെ സമൂഹത്തോട് ഈ പഞ്ചായത്ത് ഭരണസമിതി വിശദീകരണം കൊടുക്കണം. എന്താണത്? അവിടുത്തെ 50ഓളം കുടുംബങ്ങളെ പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വഞ്ചനയുടെ വലിയൊരു കഥയാണ്, ഒരു ചുരുളാണ് ഇവിടെ അഴിഞ്ഞിരിക്കുന്നത്. അതിന്റെ വിഷമമാണോ? ഇത്തവണ ശ്രീ മനോഹരന്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ചുകൊണ്ട് ആ അന്വേഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് ഈ സമര പരിപാടിക്ക് രൂപം നൽകിയിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ആരും ബോധിപ്പിക്കാനും ഞങ്ങളുടെ പെട്ടിൽ കുറെ വോട്ടാക്കാനും വേണ്ടിയിട്ടല്ല. ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങളുടെ കൂടെയാണ് BJP. ഞങ്ങൾ ഇനിയും സമര പരിപാടിയുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി ഈ പഞ്ചായത്ത് ഭരണസമിതിയെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കും. ഒരു തർക്കവുമില്ല, അതിനകത്ത് ഒരു തർക്കമില്ലാത്ത കേസുണ്ടാ. നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ഞങ്ങൾ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഞങ്ങൾ ഈ പരിപാടി, ഈ കള്ളക്കഥ, ഈ അഴിമതി പുറത്ത് കൊണ്ടുവന്നിരിക്കും. ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ എന്താണ്? ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ നമുക്കറിയാം. നമ്മൾ നിൽക്കുന്ന ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഫ്രണ്ടിലുള്ള റോഡ് കഴിഞ്ഞ 11 വർഷമായി ഇതിന് കിടക്കുന്നു. 11 വർഷം. എന്തുകൊണ്ട് ഈ ഭരണസമിതിക്ക് ഒരു ഉത്തരവാദിത്വമില്ല? ഈ പഞ്ചായത്ത് റോഡുകൾ പൊട്ടിപ്പൊളിച്ച് കിടക്കുന്നത് അവർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലുള്ള ഇതെല്ലാം ഭരിക്കുന്ന ആരാ? ഈ വാർഡിന്റെ മെമ്പർ ഇവിടുത്തെ കോൺഗ്രസ് മെമ്പറാ, UDF ആണ്. ഇവിടെ 10ാം വാർഡ് നമ്മുടെ ഈ പഞ്ചായത്തിരിക്കുന്ന ഈ വാർഡ് UDF, എല്ലാ UDF. എന്തുകൊണ്ട് ഒരു ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ മെമ്പർമാർ പെരുമാറുന്നില്ല? ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ വച്ചിരിക്കുന്ന കാര്യം, ഒന്ന് കുന്നുകര ഗ്രാമപഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയും സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും എടുത്തു പറയാവുന്ന ഒരു സംഭവമായിട്ടുള്ള ലൈഫ് പദ്ധതിയിൽ കുന്നുകര ഗ്രാമപഞ്ചായത്തിലെ 15ാം വാർഡിൽ നിർമ്മിച്ചിട്ടുള്ള 50 വീടുകളുടെ ശോചനീയ അവസ്ഥ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. അപ്പൊ അത്ര കണ്ട് ഭീകരമായ ഒരു അവസ്ഥയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങൾ വിജിലൻസ് അന്വേഷണം വേണമെന്ന് പറയാനുള്ള കാരണം അവിടുത്തെ നിർമ്മാണ പ്രവർത്തനത്തിൽ അപാകത. ശരിക്കും 3500 രൂപ വിലയുള്ള പ്ലാസ്റ്റിക്കിന്റെ സെഫ്റ്റി ടാങ്കാണ് അവിടെ വച്ചിരിക്കുന്നത്. ശരിക്കും മണ്ണിന് മുകളിലാണ്. നിങ്ങൾ ആരെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യമൊന്നും ആളുകൾക്ക് ആർക്കും എതിർപ്പുണ്ടായില്ല. കാരണം കിടക്കാൻ ഇടമില്ലാത്തവർക്ക് ഒരു കിടപ്പിടം കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് എന്ന് കണ്ടുകൊണ്ട് അവരതിനെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ മഴ അടുപ്പിച്ച് പിടിച്ചോടുകൂടി താമസിക്കാൻ പറ്റാതെ ആയോടുകൂടി പലരും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത്, അടിയന്തരമായിട്ട് ഇതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കണം. കൃത്യമായ രീതിയിലാണ് പല വീടുകൾക്കും വിള്ളലുകളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. വെള്ളം പോകാനായിട്ട് അടിയന്തരമായിട്ട് ഇപ്പൊ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് അവിടെ ഓട നിർമ്മാണത്തിനുള്ള പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. ശരിക്കൊരു മുന്നൊരുക്കം നടത്താതെ 50 വീടുകളെ ഒരുമിച്ച് പാർപ്പിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ടതായിരുന്നു. അതിനൊരു ആസൂത്രണമില്ലായ്മ ഇതിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൈതാരം റെഡ് സ്റ്റാർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സച്ചിൻ കൈതാരത്തിന്റെ 18ാമത് ചരമവാർഷികാനുസ്മരണം സംഘടിപ്പിച്ചു. സഹീർ അലി ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകനായിരുന്ന സച്ചിൻ കൈതാരത്തിന്റെ 18ാമത് ചരമവാർഷികാനുസ്മരണം കൈതാരം റെഡ് സ്റ്റാർ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോട് കൂടിയാണ് ആചരിച്ചത്. കേരള സംഗീത നാടക അക്കാദമി ഭരണസമിതി അംഗം സഹീർ അലി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ ബാബു ആലുവ, വിനോദ് കൈതാരം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. MA ഷാജൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സുനിൽ ഞാറക്കൽ, വിനോദ് കെടാമംഗലം, OU ബഷീർ, NB സോമൻ, KV ശങ്കരൻകുട്ടി എന്നിവർ സംബന്ധിച്ചു. സംഭാവനകൾ ചെയ്യാൻ കഴിയുമായിരിക്കെ മരണം സംഭവിച്ച പ്രതിപാദനായ ടി.എ. ഇന്ദ്രകുമാർ, അദ്ദേഹത്തിൻ്റെ ഏകലവ്യൻ നാടകം കണ്ടവരുണ്ടാകാം. ആ ഒരു ഏകലവ്യൻ എന്ന ഒരു നാടകം മാത്രം മതി ടി.എ. ഇന്ദ്രകുമാറിനെ വിലയിരുത്താൻ. ഇന്ദുചേട്ടൻ്റെ നാടക സംഘത്തോടൊപ്പം പിന്നീട് ബാബു ആലുവ കൂടിച്ചേരുന്നുണ്ട്. കൂട്ടലി കിളിപ്പാട്ട് ഏകലവ്യൻ പിന്നീട് അവതരിപ്പിക്കപ്പെടുമ്പോൾ ബാബു ആലുവ അതിൻ്റെ കൂടെ ചേരുന്നു. ഞങ്ങൾ അവതരിപ്പിച്ച ചന്ദീനാരൻ കൂട്ടിന് 1ാം സ്ഥാനവും ഏറ്റവും മികച്ച നടൻ ഞാനാവുകയും ഒരുപക്ഷെ എൻ്റെ ഒരു ചിത്രം മീശ പോലും എടുത്ത് വരുന്ന ഒരു പയ്യൻ്റെ ചിത്രം അച്ചടിച്ച് പത്രത്തിൽ വരുന്നത് അവിടെ വെച്ചാണ്.
അതിനുശേഷം അന്നമനടയിൽ നടന്ന നാടക മത്സരത്തിൽ കുടുക്ക ഒന്നാമതാവുകയും ഞങ്ങൾ രണ്ടാമതാവുകയും ചെയ്യുന്നുണ്ട്. അന്ന് എന്നോട് ബാബുചേട്ടൻ എന്നെ വിളിച്ച് പറയുന്നുണ്ട്, നിന്നേക്കാൾ ഗംഭീരമായി ഷാജി മനയത്ത് അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഷാജി ഒരു പക്ഷേ ഇനി മത്സരിക്കുമ്പോൾ ഒന്നാമത് വരും, അപ്പോൾ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. ഇവൻ്റെ നാടകസമിതി ഓഫീസിൽ എപ്പോഴും വിനോദ് വരുമായിരുന്നു. വിനോദിൻ്റെ കൂടെ ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറായ ബോച്ച്മനും ഉണ്ടാകുമായിരുന്നു. വിനോദ് എപ്പോഴും ലോക ക്ലാസിക്കുകളെ കുറിച്ചാണ് അന്നും സംസാരിക്കുക. ഇങ്ങനെ ഒരു നോവൽ ഇറങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്, ആ കഥ എങ്ങനെ വികസിപ്പിക്കാം, നിരന്തരമായി ആ ചെറുപ്പക്കാരൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആലുവയിൽ അരക്കോടി രൂപയുടെ MDMA പിടികൂടിയ സംഭവം, ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചി കപ്പലണ്ടിമുക്ക് സ്വദേശി സഫീറിനെയാണ് അറസ്റ്റ് ചെയ്തത്. പറവൂർ നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. നഗരസഭാ ഹെൽത്ത് വിഭാഗമാണ് പിടിച്ചെടുത്തത്. 6 ഹോട്ടലുകൾക്ക് പിഴ ചുമത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP കുന്നുകര പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. BJP ജില്ലാ സെക്രട്ടറി ഷാജി മൂത്തേടൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.